മണിക്കൂറിലെ ടോപ്പ് ഹെഡ്ലൈൻസ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രാജ്യം വിട്ട വ്യാപാരി മെഹൂൽ ചോക്സി അറസ്റ്റിൽ. അറസ്റ്റ് ചെയ്തത് ബെൽജിയത്തിൽ നിന്ന്. ചോക്സിയെ ഇന്ത്യക്ക് കൈമാറും. വ്യാജരേഖ ചമച്ച് ചോക്സി തട്ടിയത് 13,000 കോടിയോളം രൂപ. ഗുജറാത്ത് തീരത്ത് വൻ മയക്കുമരുന്ന് വേട്ട. 300 കിലോഗ്രാം മെത്താഫെറ്റാമിൻ പിടികൂടി. 1800 കോടി വില വരുന്ന മയക്കുമരുന്ന് പിടികൂടിയത് കോസ്റ്റ് ഗാർഡ്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ 45-കാരന് ബന്ധുവിന്റെ കുത്തേറ്റ് മരിച്ചു. മരിച്ചത് ആലിപ്പറമ്പ് സ്വദേശി സുരേഷ് ബാബു. തൃശൂർ മാളയിൽ മദ്യപാനികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു. തൃശൂർ മാളയിൽ മദ്യലഹരിയിൽ പോലീസുകാരൻ അമിത വേഗത്തിൽ ഓടിച്ച കാർ തലകീഴായി മറിഞ്ഞത് ഹൈവേ പോലീസ് ഡ്രൈവറായ അനൂപ് ഓടിച്ച കാർ. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വിഷുവിനെ വരവേറ്റ മലയാളം. കണിയൊരുക്കിയും വിഷു കൈനീട്ടം നൽകിയും സദ്യ ഒരുക്കിയും ആഘോഷം. കണി ദർശനത്തിനായി ശബരിമലയിലും ഗുരുവായൂരിലും അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക്. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഭീകരാക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്ക് അന്വേഷിക്കാനൊരുങ്ങി NIA. ദുബായിൽ റാണ കണ്ടത് ഡി കമ്പനിയുമായുള്ള ബന്ധമുള്ളവരെയെന്ന് സംശയം. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 20-കാരൻ കൊല്ലപ്പെട്ടു. മരിച്ചത് അടിച്ചിൽ തൊട്ടി ആദിവാസി ഒന്നിലെ സെബാസ്റ്റ്യൻ. ആക്രമണം തേനെടുത്ത് മടങ്ങുമ്പോൾ. ആശാവർക്കർമാരുടെ സമരം 64-ാം ദിവസം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിഷുക്കണിയൊരുക്കി സമരക്കാർ. വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരവും തുടരുന്നു. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 5 ദിവസം മാത്രം ബാക്കി.